പ്രിയമുള്ളവരെ, നമസ്കാരം. സ്വന്തം മകന്റെ കൈകളാൽ മരണപ്പെട്ട ഒരു പിതാവിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രമുഖനായ വീരയോദ്ധാക്കളിൽ ഒരാളായ അർജുനൻ സ്വന്തം പുത്രന്റെ കൈകളാൽ പരാജയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു എന്നത് ഇതിഹാസത്തിലെ അമ്പരപ്പിക്കുന്നതും എന്നാൽ അഗാധമായ അർത്ഥതലങ്ങളുള്ളതുമായ ഒരു സംഭവമാണ്. ഈ ദുരന്തം കേവലം യാദൃശ്ചികമായിരുന്നില്ല, മറിച്ച് കുരുക്ഷേത്ര യുദ്ധത്തിലെ കർമ്മങ്ങളുടെയും ദൈവഹിതത്തിൻ്റെയും ധർമ്മസങ്കടങ്ങളുടെയും സങ്കീർണമായ ഒരു പരിണാമമായിരുന്നു. അർജുനന്റെ പതനം, അതിലേക്ക് നയിച്ച കാരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ പുനരുജ്ജീവനം എന്നിവ അശ്വമേധിക പർവ്വത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലെ പാണ്ഡവരുടെ വിജയം ഒരു അന്ത്യമായിരുന്നില്ല, മറിച്ച് പ്രായശ്ചിത്തത്തിൻ്റെയും രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെയും ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. വിജയത്തിൻ്റെ ശൂന്യതയും പാപഭാരവും പാണ്ഡവരെ, പ്രത്യേകിച്ച് ജ്യേഷ്ഠനായ യുധിഷ്ഠിരനെ വേട്ടയാടി. കൗരവരെ പരാജയപ്പെടുത്തി സാമ്രാജ്യം വീണ്ടെടുത്തെങ്കിലും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും എണ്ണമറ്റ യോദ്ധാക്കളെയും കൊന്നൊടുക്കിയതിലുള്ള കഠിനമായ ദുഃഖവും പശ്ചാത്താപവും യുധിഷ്ഠിരനെ കാർന്നു തിന്നു. ഈ വിജയം ഒരു നേട്ടമായി കാണാൻ അദ്ദേഹത്തിനായില്ല. ഈ മാനസിക സംഘർഷമാണ് ആത്മീയ ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ തേടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഈ അവസരത്തിലാണ് ഭഗവാൻ വ്യാസൻ യുധിഷ്ഠിരനെ സമീപിക്കുന്നത്. യുദ്ധത്തിൽ സംഭവിച്ച പാപങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും വധിച്ച പാപത്തിൽ നിന്നും മുക്തി നേടാൻ അശ്വമേധയാഗം അനുഷ്ഠിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. ഈ യാഗത്തിന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1, ആത്മീയമായ പ്രായശ്ചിത്തം. 2, യുധിഷ്ഠിരന്റെ സാർവഭൗമ അധികാരം അരക്കിട്ട് ഉറപ്പിച്ച് അദ്ദേഹത്തെ ഒരു ചക്രവർത്തിയായി സ്ഥാപിക്കുക. യാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു യാഗാശ്വത്തെ 1 വർഷത്തേക്ക് രാജ്യത്തെമ്പാടും സ്വതന്ത്രമായി അലയാൻ വിടുക എന്നതായിരുന്നു. ഈ അശ്വത്തെ സംരക്ഷിക്കാനുള്ള തന്ത്രപരമായ ചുമതല അക്കാലത്തെ ഏറ്റവും മികച്ച യോദ്ധാവായ അർജുനനെ ഏൽപ്പിച്ചു. യുദ്ധത്തിലെ ഏറ്റവും വലിയ സംഹാരകനായ വീരൻ തന്നെ. ആ യുദ്ധത്തിന്റെ പാപപരിഹാരത്തിനുള്ള കർമ്മത്തിന്റെ പ്രധാന ഉപകരണമായി മാറുന്നു എന്നത് പ്രതീകാത്മകമായിരുന്നു. ഈ യാത്ര തൻ്റെ ഭൂതകാലത്തിലെ ചില കണക്കുകൾ തീർക്കാൻ അർജുനനെ നിർബന്ധിതനാക്കിയിരുന്നു. അശ്വമേധയാഗത്തിന്റെ നിയമപ്രകാരം യാഗാശ്വം കടന്നു പോകുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാർ ഒന്നുകിൽ യുദ്ധത്തിൽ യുധിഷ്ഠിരന്റെ മേൽക്കോയ്മ അംഗീകരിക്കണം, അല്ലെങ്കിൽ യാഗാശ്വത്തെ തടഞ്ഞു നിർത്തി അർജുനന്റെ സൈന്യവുമായി യുദ്ധം ചെയ്യണം. ഇത് അർജുനന്റെ യാത്രയിൽ സംഘർഷങ്ങൾ അന്തർലീനമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ യാഗം പാപങ്ങളെ കഴുകിക്കളയാനുള്ള ഒരു അനുഷ്ഠാനം എന്നതിലുപരി യുദ്ധത്തിന്റെ കർമ്മഫലങ്ങളെ നേരിടാനുള്ള ഒരു വേദി കൂടിയായി മാറുകയായിരുന്നു. കേവലം ഒരു പ്രായശ്ചിത്ത കർമ്മം എന്നതിലുപരി അർജുനൻ ഭീഷ്മ പിതാമഹനോട് ചെയ്ത പാപത്തിന്റെ കടം വീട്ടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ യാഗത്തിലൂടെ ഒരുങ്ങിയത്. പാപപരിഹാരത്തിനായുള്ള അനുഷ്ഠാനം തന്നെ ആ പാപത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള വേദിയായി മാറി എന്നത് മഹാഭാരതത്തിലെ ധർമ്മസൂക്ഷ്മതയുടെ ഉത്തമ ഉദാഹരണമാണ്. അർജുനന്റെ യാത്ര അദ്ദേഹത്തെ സ്വന്തം ഭൂതകാലത്തിലേക്കും ഒടുവിൽ സ്വന്തം രക്തത്തിലേക്കും നയിച്ചു. മണിപ്പൂരിൽ വെച്ചുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾ ദുരന്തത്തിന് കളമൊരുക്കി. യാഗാശ്വം സഞ്ചരിച്ച് സമ്പന്നമായ മണിപ്പൂർ രാജ്യത്തെത്തി. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ വനവാസകാലത്ത് അർജുനൻ മണിപ്പൂരിലെ രാജകുമാരിയായ ചിത്രാംഗതയെ വിവാഹം കഴിച്ചിരുന്നു. ആ ബന്ധത്തിലുണ്ടായ പുത്രനാണ് ബഭ്രുവാഹനൻ. വിവാഹ ഉടമ്പടി പ്രകാരം ബഭ്രുവാഹനൻ ഹസ്തനാപുരിയുടേതല്ല, മറിച്ച് മണിപ്പൂരിൻ്റെ കിരീടാവകാശിയായിരുന്നു. അതിനാൽ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം അർജുനനെ നേരിട്ടത്. തൻ്റെ പിതാവായ അർജുനൻ രാജ്യത്തിലെത്തിയെന്ന അറിഞ്ഞ ബഭ്രുവാഹനൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാനായി മുന്നോട്ട് വന്നു. എന്നാൽ
പുത്രവാത്സല്യത്തിന് പകരം കഠിനമായ വാക്കുകളാണ് അർജുനിൽ നിന്ന് ബഭ്രുവാഹനൻ ലഭിച്ചത്. ഒരു യഥാർത്ഥ ക്ഷത്രിയനെ പോലെ യാഗാശ്വത്തെ തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്യുന്നതിന് അർജുനൻ പുത്രനെ നിശിതമായി വിമർശിക്കുകയും ഭീരുവെന്ന് വിളിക്കുകയും ചെയ്തു. അർജുനന്റെ ഈ അസ്വാഭാവികമായ പെരുമാറ്റമാണ് ദുരന്തത്തിന് തിരികൊളുത്തിയത്. ഈ സംഭവം ക്ഷത്രിയധർമ്മത്തിനുള്ളിലെ ഒരു ആന്തരിക വൈരുദ്ധ്യത്തെ തുറന്നു കാട്ടുന്നു. പിതാവിനെ ആദരിക്കുക എന്നത് പുത്രധർമ്മമാണ്. എന്നാൽ ഒരു രാജാവെന്ന നിലയിൽ വെല്ലുവിളിക്കുക എന്നത് ക്ഷത്രിയധർമ്മവും. ഇവിടെ ഒരു ധർമ്മം അനുഷ്ഠിക്കാൻ മറ്റൊന്ന് ലംഘിക്കേണ്ടി വരുന്ന ഒരു ധർമ്മസങ്കടം ഉടലെടുക്കുന്നു. അർജുനൻ ബഭ്രുവാഹനനെ ക്ഷത്രിയധർമ്മം പാലിക്കാൻ നിർബന്ധിതനാക്കിയിരുന്നു. മഹാഭാരതത്തിലെ ഒരു പ്രധാന പ്രമേയമായ ധർമ്മം എന്നത് ഏകശിലാത്മകമായ ഒന്നല്ല, മറിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന, അതുപോലെ പലപ്പോഴും പരസ്പര വിരുദ്ധവുമായ കർത്തവ്യങ്ങളുടെ ഒരു വലയമാണെന്നുള്ള തത്വത്തിന് ഈ സംഭവം അടിവരയിടുന്നു. അർജുനന്റെ വാക്കുകൾ സൃഷ്ടിച്ച ധർമ്മസങ്കടം ഒരു ഘോരയുദ്ധത്തിലേക്ക് നയിച്ചു. ഉലൂപിയുടെ ഇടപെടൽ ഈ യുദ്ധത്തെ അനിവാര്യമാക്കി മാറ്റി. പിതാവിനോടുള്ള സ്നേഹത്തിനും ഒരു രാജാവെന്ന നിലയിലുള്ള കർത്തവ്യത്തിനും ഇടയിൽപ്പെട്ട് ബഭ്രുവാഹനൻ പതറി നിന്നപ്പോൾ അർജുനന്റെ മറ്റൊരു ഭാര്യയായ നാഗരാജകുമാരി ഉലൂബി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യുദ്ധം ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ കടമയെന്ന് ഓർമ്മിപ്പിച്ചു. ഒരു യോദ്ധാവായ പിതാവിനെ സന്തോഷിപ്പിക്കാനും സ്വന്തം അഭിമാനം സംരക്ഷിക്കാനുമുള്ള ഏക മാർഗമാണിതെന്ന് അവൾ പറഞ്ഞു. ബഭ്രുവാഹനനെ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചു. അതോടെ ബഭ്രുവാഹനൻ തൻ്റെ എല്ലാ സംശയങ്ങളും അവസാനിപ്പിക്കുകയും ദ്വന്ദ്വയുദ്ധം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന യുദ്ധം അതിശക്തമായിരുന്നു. ബഭ്രുവാഹനൻ കേവലമൊരു ചെറുപ്പക്കാരൻ ആയിരുന്നില്ല, മറിച്ച് അസാമാന്യ യുദ്ധപാഠമുള്ള ഒരു യോദ്ധാവായിരുന്നു. ഇതിഹാസ നായകനായ അർജുനനുമായി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അസ്ത്രപ്രയോഗം അവൻ കാഴ്ചവെച്ചു. സ്വന്തം പുത്രന്റെ കഴിവ് കണ്ട് അർജുനൻ അത്ഭുതപ്പെടുകയും ക്ഷീണിക്കുകയും ചെയ്തു. യുദ്ധം അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ബഭ്രുവാഹനന്റെ ശക്തമായ ഒരസ്ത്രം അർജുനന്റെ ഹൃദയത്തിൽ തറയ്ക്കുകയും ആ മഹാനായ യോദ്ധാവ് നിലംപതിക്കുകയും ചെയ്തു. പാണ്ഡവ സൈന്യം ഒന്നടങ്കം നടുങ്ങി. യുദ്ധാനന്തരം ഭയാനകമായ നിശബ്ദതയും ദുഃഖവും തളം കെട്ടി നിന്നു. സ്വന്തം പിതാവിനെയാണ് താൻ വധിച്ചതെന്ന് തിരിച്ചറിഞ്ഞ ബഭ്രുവാഹനൻ കുറ്റബോധത്താൽ നീറി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവന്റെ അമ്മ ചിത്രാംഗത ദുഃഖം സഹിക്കാവയ്യാതെ ഈ ദുരന്തം മുഴുവൻ ആസൂത്രണം ചെയ്തത് ഉലൂപിയാണെന്ന് ആരോപിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ ഈ സമയം മുഴുവൻ ഉലൂബി തികഞ്ഞ ശാന്തതയോടെ നിന്നു. അവളുടെ ഈ ഭാവം ചിത്രാംഗതയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അർജുനന്റെ രണ്ട് ഭാര്യമാരുടെ ഈ ഭിന്നമായ പ്രതികരണങ്ങൾ രണ്ട് വ്യത്യസ്ത യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ചിത്രാംഗതയുടെ പ്രതികരണം തികച്ചും മാനുഷികവും വൈകാരികവുമായാണ്. ഭർത്താവിനോടുള്ള സ്നേഹം, പുത്രനെക്കുറിച്ചുള്ള ഭയം, നഷ്ടബോധം. എന്നാൽ ഉലൂബിയുടെ പ്രതികരണം തികച്ചും ആസൂത്രിതവും തന്ത്രപരവുമാണ്. അവൾ പ്രവർത്തിക്കുന്നത് അമാനുഷിക വികാരങ്ങളുടെ തലത്തിലല്ല, മറിച്ച് ഒരു ദൈവിക നിയമത്തിന്റെ നടത്തിപ്പുകാരിയാണ്. അവൾക്ക് ശാപത്തെക്കുറിച്ചും അതിൻ്റെ അനിവാര്യമായ പൂർത്തീകരണത്തെക്കുറിച്ചും അറിയാമായിരുന്നു. അതിനാൽ അവളുടെ ശാന്തത ഒരു ദുരന്തം നടപ്പാക്കി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ആത്മീയ പരിഹാരം കാണുന്ന മനുഷ്യ-ദൈവ തലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ മനോനിലയെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അർജുനന് ഇങ്ങനെയൊരു വിധി സംഭവിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കുരുക്ഷേത്ര യുദ്ധത്തിലെ നിർണായകവും ധാർമ്മികമായി സങ്കീർണവുമായ ഒരു സംഭവത്തിൽ വേരൂന്നിയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10ാം ദിവസം അജയ്യനായ ഭീഷ്മ പിതാമഹനെ നേരിട്ടുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അദ്ദേഹത്തെ വീഴ്ത്തി. താൻ യുദ്ധം ചെയ്യില്ലെന്ന് ഭീഷ്മർ ശപഥം ചെയ്തിരുന്ന ശിഖണ്ഡിയെ ഒരു മറയാക്കി ഭീഷ്മർ ആയുധം താഴെ വെച്ചപ്പോൾ അർജുനൻ അസ്ത്രങ്ങളാൽ അദ്ദേഹത്തെ ശരശയ്യയിലാക്കി. പാണ്ഡവരുടെ വിജയത്തിന് ഈ തന്ത്രം അനിവാര്യമായിരുന്നുവെങ്കിലും അത് ധർമ്മയുദ്ധത്തിന്റെ നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെട്ടു.
ഭീഷ്മർ കേവലമൊരു മനുഷ്യനായിരുന്നില്ല, മറിച്ച് അഷ്ടവസ്തുക്കളിൽ ഒരാളായ ദ്യോവ് എന്ന ദേവന്റെ അവതാരമായിരുന്നു. തങ്ങളുടെ സഹോദരന്റെ അധാർമികമായ വീഴ്ചയിൽ കോപാകുലരായ മറ്റു വസ്തുക്കളും ഭീഷ്മരുടെ അമ്മയായ ഗംഗാദേവിയും ചേർന്ന് അർജുനനെ അതിശക്തമായി ശപിച്ചു. ആ ശാപം ഇങ്ങനെയായിരുന്നു: തന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി അർജുനൻ സ്വന്തം പുത്രന്റെ കൈകളാൽ വധിക്കപ്പെടും. ഈ ശിക്ഷയിൽ ഒരു കാവ്യാത്മക നീതിയുണ്ടായിരുന്നു. കാലത്തിന്റെ പിതാമഹനെ വീഴ്ത്തിയ നായകൻ സ്വന്തം പുത്രനാൽ തന്നെ വീഴ്ത്തപ്പെടും എന്നത്. ഈ ശാപത്തെക്കുറിച്ച് ഉലൂപിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവൾ അർജുനന് വേണ്ടി ഗംഗയോടും വസ്തുക്കളോടും മാപ്പപേക്ഷിച്ചിരുന്നു. ശാപം പൂർത്തീകരിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ അതിനുശേഷം അർജുനനെ പുനരുജ്ജീവിപ്പിച്ചാൽ ശാപത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതാകുമെന്ന് അവർ ഒരു നിബന്ധന വെച്ചു. മണിപ്പൂരിൽ അരങ്ങേറിയ നാടകത്തിന്റെ തിരക്കഥ ഇപ്രകാരം മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതായിരുന്നു. ഈ സംഭവം കർമ്മഫലം ആർക്കും ഒഴിവാക്കാനാവില്ല എന്ന തത്വം അടിവരയിടുന്നു. അർജുനൻ ഇതിഹാസത്തിലെ നായകനും ധർമ്മ സംസ്ഥാപനത്തിനായി യുദ്ധം ചെയ്തവനുമാണ്. എന്നിട്ടും ഭീഷ്മർക്കെതിരെ പ്രയോഗിച്ച അധാർമികമായ തന്ത്രത്തിന്റെ കർമ്മഫലത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഫലത്തേക്കാളുപരി ഒരു പ്രവൃത്തിയുടെ രീതിക്കും അതിൻ്റെതായ കർമ്മഫലമുണ്ടെന്ന് മഹാഭാരതം വ്യക്തമാക്കുന്നു. ഇന്ദ്രപുത്രനായിട്ടും ശ്രീകൃഷ്ണന്റെ സുഹൃത്തായിട്ടും ആ പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അർജുനനായില്ല. ഇത് ലളിതമായ ഒരു നന്മതിന്മ വിവരണത്തെക്കാൾ സങ്കീർണമായ ഒരു ധാർമ്മിക ലോകത്തെയാണ് വരച്ചു കാട്ടുന്നത്. ദുരന്തപൂർണമായ സംഭവങ്ങളുടെ അവസാനത്തിൽ ഉലൂപിയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ വെളിപ്പെടുകയും ദൈവികമായ നീതിയിലൂടെ എല്ലാം ശുഭമായി പര്യവസാനിക്കുകയും ചെയ്തു. ചിത്രാംഗതയുടെയും ബബ്രുവാഹനന്റെയും തീവ്രമായ ദുഃഖം കണ്ട ഉലൂപി ഒടുവിൽ തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി. നാഗലോകത്തു നിന്നുള്ള മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള സഞ്ജീവിനി മണി അഥവാ നാഗമണി എന്ന അദ്ഭുത രത്നം അവൾ പുറത്തെടുത്തു. ഉലൂപി ആ രത്നം അർജുനന്റെ നെഞ്ചിൽ വെച്ചതും ഗാഠനിദ്രയിൽ നിന്ന് ഉണരുന്നതുപോലെ അദ്ദേഹം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്താണ് സംഭവിച്ചതെന്ന് അമ്പരപ്പോടെ ചോദിച്ച അർജുനനോട് ഉലൂപി എല്ലാം വിശദീകരിച്ചു. വസ്തുക്കളുടെ പുരാതനമായ ശാപത്തെക്കുറിച്ചും ബബ്രുവാഹനനെ യുദ്ധത്തിൽ പ്രേരിപ്പിച്ചത് ദുഷ്ടലാക്കോടെയല്ല, മറിച്ച് ആ ശാപം പൂർത്തീകരിച്ച് അർജുനനെ അതിൽ നിന്ന് എന്നേക്കുമായി മോചിപ്പിക്കാനുള്ള ഒരു ആസൂത്രിത പദ്ധതിയായിരുന്നു എന്നും അവൾ വെളിപ്പെടുത്തി. പുത്രനാൽ വധിക്കപ്പെട്ടതോടെ ഭീഷ്മരുടെ മരണവുമായി ബന്ധപ്പെട്ട പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അർജുനൻ മുക്തനായി. ഈ വെളിപ്പെടുത്തലൂടെ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി. ഉലൂപിയുടെ ജ്ഞാനത്തിലും സ്നേഹത്തിലും അർജുനൻ അതീവ സന്തുഷ്ടനായി. അദ്ദേഹം പുത്രനായ ബബ്രുവാഹനനെ ആലിംഗനം ചെയ്തു. അവൻ തന്റെ രക്ഷയുടെ ഒരു ഉപകരണം മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ കുറ്റങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കുകയും ചെയ്തു. ചിത്രാംഗതയുടെ കോപം നന്ദിയായി മാറി. ആഴത്തിലുള്ള ഒരു പരീക്ഷണത്തിലൂടെ കടന്നുപോയ ആ കുടുംബം കൂടുതൽ ശക്തമായ ബന്ധങ്ങളുടെ വീണ്ടും ഒന്നിച്ചു. ഈ സംഭവം മുഴുവൻ പ്രായശ്ചിത്തപരമായ സഹനത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ശാപത്തിൽ നിന്നുള്ള അർജുനന്റെ മോചനം പ്രാർത്ഥനകളിലൂടെയോ യാഗങ്ങളിലൂടെയോ മാത്രം സാധ്യമായിരുന്നില്ല. അതിന് ഒരു യഥാർത്ഥ മരണവും പുനർജന്മവും ആവശ്യമായിരുന്നു. ചില കഠിനമായ കർമ്മഫലങ്ങളെ മറികടക്കാൻ ഒരു പ്രതീകാത്മകമായ അഹംഭാവത്തിന്റെ മരണം അനിവാര്യമാണെന്ന ആത്മീയ തത്വം ഇത് മുന്നോട്ട് വയ്ക്കുന്നു. ഉലൂപി വേദനാജനകവും എന്നാൽ അനിവാര്യവുമായ ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വഴിയൊരുക്കിയ ഒരു ആത്മീയ വഴികാട്ടിയുടെ പങ്ക് വഹിച്ചു. കർമ്മഭാരത്തിൽ നിന്ന് മുക്തനായ അർജുനൻ ബബ്രുവാഹനനെയും ഉലൂപിയെയും ചിത്രാംഗതയെയും ഹസ്തിനാപുരിയിൽ നടക്കുന്ന അശ്വമേധയാഗത്തിന്റെ സമാപന ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം പുനരാരംഭിച്ചു.